viewers, welcome back to Shana's Spices. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടോസ്റ്റ് റെസിപ്പിയാണ് അവക്കാഡോ ടോസ്റ്റ്. എനിക്ക് അവക്കാഡോസ് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ ഡെയിലി കഴിക്കും. വേണമെങ്കിൽ ഈ ടോസ്റ്റ് ഞാൻ മിക്ക ദിവസം കഴിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഇതെൻ്റെ സ്നാക്ക് ടൈം ടോസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അവക്കാഡോ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്. അവക്കാഡോ വേണം, എന്തെങ്കിലും തരം സീഡ്സ് വേണം, എന്തെങ്കിലും തരം ചീസ് വേണം, ഇത്തിരി പിന്നെ ലൈം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് പെർഫെക്റ്റ്ലി റൈപ്പ് അവക്കാഡോ വേണം. ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു, അവക്കാഡോ എങ്ങനെയാണ് സെലക്ട് ചെയ്യണത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവർ റൈപ്പ് ആണെങ്കിലും ടേസ്റ്റ് ഇല്ല, അവക്കാഡോ റൈപ്പ് ആയിട്ടില്ലെങ്കിലും ടേസ്റ്റ് പോരാ. ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പം അവക്കാഡോ സ്ലൈസ് ചെയ്യാൻ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ട്വിസ്റ്റ് ഓപ്പൺ, എന്നിട്ട് സീഡ് കെയർഫുള്ളായിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്ത് ഇതിൻ്റെ ഫ്ലഷ് എടുക്കാം. അപ്പോൾ ഇനി ടോസ്റ്റ് വേണം. ടോസ്റ്റഡ് ബ്രെഡ്, ഹോൾ മീൽ ബ്രെഡ് സ്ലൈസസ് ആണ് ഏറ്റവും നല്ലത്. അത് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം മുറിക്കണം. ആ ടോസ്റ്റിൻ്റെ ആ നല്ല ചൂടും മുരിച്ചിലും പോണതിന് മുമ്പ് നമുക്കിത് ഉണ്ടാക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവക്കാഡോ വേറെ മാഷ് ചെയ്തിട്ട് ബ്രെഡിന് സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതുപോലെ ബ്രെഡ് നേരെ ഇട്ട് തന്നെ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ബ്രെഡിന് ചൂട് മാറരുത്. ഇപ്പോൾ വേഗം ചെയ്യണം കേട്ടോ. എല്ലാം ഐറ്റംസ് ഒക്കെ റെഡി ആയിരിക്കണം. പംകിൻ സീഡ്സ്, ഫെറ്റ ചീസ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഈ ക്രീം ചീസ്, കിരി ഗാർലിക് ആൻഡ് ഹെർബ്സ് ഉള്ള ക്രീം ചീസാണ് യൂസ് ചെയ്യുന്നത്. ഫെറ്റ ചീസ് ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഫെറ്റ ചീസ് നാട്ടിൽ കിട്ടാൻ അത്രയും എളുപ്പമല്ല എന്ന് തോന്നുന്നു. പക്ഷേ ക്രീം ചീസ്, ഗാർലിക് ആൻഡ് ഹെർബ്സ് ഉള്ളത് വളരെ കോമൺ ആണ്. അപ്പോൾ അതിങ്ങനെ ചെറിയ ചെറിയ ചങ്ക്സ് ആയിട്ട് ബ്രെഡിൽ ആഡ് ചെയ്യാം. അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ സീഡ്സ്, എനിക്ക് ഏറ്റവും ഇഷ്ടം സൺഫ്ലവർ സീഡ്സ് ആണ്. പംകിൻ സീഡ്സ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ചില്ലി ഫ്ലേക്സ്, പീസയുടെ മുകളിലൊക്കെ ഇടുന്നത് ആ ഉണക്കമുളകിൻ്റെ ചില്ലി ഫ്ലേക്സ്, അതും കൂടി ആഡ് ചെയ്യാം. നല്ലൊരു രസമാണ് കേട്ടോ. വേണമെങ്കിൽ നാരങ്ങയുടെ 2-3 ഡ്രോപ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെന്നില്ല, ഞാൻ ചിലപ്പോഴേ ആഡ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ആഡ് ചെയ്യാറില്ല. ഉപ്പ് വേണമെന്നില്ല, കാരണം ഈ ചീസിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ട്. ഈ ബ്രെഡ് ഇനി ഒന്ന് കഴിച്ച് നോക്ക്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു മണം കിട്ടുമ്പോൾ തന്നെ നമുക്ക് കൊതി തോന്നും. അവക്കാഡോ ടോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.